എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ നമ്മുടെ വീട് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഒരുപാട് ഡീപ്പ് ക്ലീനിങ് അല്ല, ഡീപ്പ് ക്ലീനിങ് ഇല്ലാണ്ട് തന്നെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടും സുന്ദരമായിട്ടും വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ ചെരുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ആദ്യം തന്നെ നമ്മളൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ക്ലീനിങ് പരിപാടി ആരംഭിക്കാം. അപ്പോൾ നമുക്ക് പൊടിയുടെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ മാസ്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ജോലി ചെയ്യാം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തട്ടുന്ന സമയത്ത് പൊടി വരുമല്ലോ, അതുകൊണ്ടാണ് മാസ്ക് ഇട്ടിരിക്കുന്നത്. നമ്മളതിന് ശേഷം നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചൂലുകൊണ്ട് തന്നെയാണ് തട്ടി കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴൊക്കെ നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യുമ്പോൾ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൊടിയുടെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടിയതിന് ശേഷം നമ്മളിതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മുടെ സിറ്റ് ഔട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. ആര് വന്നാലും ആദ്യം കാണാൻ നമ്മുടെ സിറ്റ് ഔട്ടാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിറ്റ് ഔട്ട് എപ്പോഴും നല്ല ക്ലീനായിരിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഉമ്മർത്തുനിന്ന് ഒഴിവാക്കിയിട്ട് നല്ല വൃത്തിയോടുകൂടി വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു വൃത്തി തോന്നുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെരുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചു, അത് കറക്റ്റായ സ്ഥലത്ത് തന്നെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഒന്ന് അടിച്ചിട്ട് നമ്മുടെ സിറ്റ് ഔട്ട് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ദിവസം ഇതുപോലെ നമ്മുടെ സിറ്റ് ഔട്ട് ഒരു മോബിട്ട് ഒന്ന് തുടച്ചെടുക്കണം, നല്ല വൃത്തിയായി എടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് മതിയാകും നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ അത് നമുക്കൊരു വലിയൊരു പണിയായിട്ട് നമുക്ക് തോന്നാറില്ല കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഹാളിലേക്കാണ്. അപ്പോൾ ഹാളിൽ അവിടെയും ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ കുട്ടികൾ വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ അവരെല്ലാം സ്കൂളിൽ പോയി അതിന് ശേഷമാണ് നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്ന് അതെല്ലാം അതാത് സ്ഥാനത്ത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പേപ്പറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എല്ലാ ദിവസവും വരുത്തുന്ന പേപ്പർ നമ്മൾ അടുക്കി താഴെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇന്നത്തെ പേപ്പർ മാത്രം നമ്മൾ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് പേപ്പർ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രയാസമാകും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടീ പോയിൻ്റെ മേലെ വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ സെറ്റിയുടെ ആ സൈഡിലുള്ള എന്താ പറയുക സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ തുണി മുക്കി ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ചെയ്യണമെന്നില്ല, ഒരു 1.5 ആടൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത്രയും നല്ല ക്ലീനിങ് ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ആടെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ടീപ്പായും നമ്മുടെ സെറ്റിയുടെ ആ ഒരു ഇതും അതുപോലെ ടേബിളും ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് ആ പൊടിയൊക്കെ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യമല്ല കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ കുഴപ്പമില്ല, നല്ല വൃത്തിയായിരിക്കുന്നുണ്ട് വീട് എന്ന് ആർക്കും തോന്നാത്ത വിധത്തിലുള്ള ഒരു ക്ലീനിങ് ആണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ യാതൊരു മടുപ്പും അതുപോലെ പ്രയാസവും തോന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ടേബിളും അതുപോലെ ടീപ്പായൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് വരുന്നത് നമ്മുടെ അടുക്കളയിലേക്കാണ് കേട്ടോ. അടുക്കളയിൽ വന്നതിന് ശേഷം നമ്മൾ രാവിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലുള്ള കുറച്ച് കറികളും ചോറും എല്ലാം ഉണ്ടാവില്ലേ. എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്കെല്ലാം ആക്കി കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടാകുന്ന കറികളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വലിയ പാത്രം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് ഭയങ്കര ഒരു തിക്ക് മുട്ടൽ പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതെല്ലാം മാറ്റി ചെറിയ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനിട്ടിട്ട് കഴുകിയെടുത്തിട്ട് കൂടിയുണ്ട് കേട്ടോ. ആ വീഡിയോ എൻ്റെ നിന്ന് പോയി, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് അത് നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് നമ്മുടെ ഗ്യാസിൻ്റെ ഇതിൽ എന്താ പറയുക ചായ വെള്ളമോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലേറ്റ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇല്ല കുഴപ്പമൊന്നുമില്ലെങ്കിൽ നല്ല നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് നനഞ്ഞ തുണി വെച്ചിട്ടാണ് എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കുന്നത്. ഇല്ല ഇതിന് വല്ല ലിക്വിഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് തുടയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലിക്വിഡ് കഴിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ഉണങ്ങിയ തുണി കൂടെ വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാഷ് ബേസിൻ കേട്ടോ. അപ്പോൾ വാഷ് ബേസിൻ നല്ലപോലെ തന്നെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വാഷ് ബേസിൻ അധികം ഉപയോഗിക്കാറില്ല, പക്ഷെ എന്നാലും ഇത് ഡെയിലി കഴുകും കേട്ടോ. നമ്മൾ ഉള്ളിൽ കൈയൊക്കെ കഴുകുന്ന സമയത്ത് എന്തായാലും അതൊന്ന് വൃത്തികേടാകും. അപ്പോൾ നമ്മൾ പുറത്താണ് പാത്രങ്ങളൊക്കെ കഴുകാറുള്ളത് കേട്ടോ. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടല്ല പാത്രം കഴുകാറുള്ളത്. അത് നമ്മളിതുപോലെ ദിവസവും ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഡെയിലി തുടച്ചെടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടം നമ്മുടെ
വാൾ ടവലൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ തെറിച്ചിട്ടുണ്ടാക്കും. അപ്പോൾ ആ തെറിക്കുന്ന സമയത്ത് കൈയോടെ ഒന്ന് തുടച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ചളിയും കറിയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു 2-3 വട്ടം തുടച്ചെടുക്കണേ നല്ല ക്ലീനായിരിക്കും കേട്ടോ. അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പും വെള്ളമൊക്കെ ഒഴിച്ചതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ സ്പ്രേ ചെയ്തിട്ട് എപ്പോഴും തുടയ്ക്കാറില്ല, ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ അടുക്കള നമ്മൾ തുടച്ചെടുക്കുന്ന. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ കളർ ടോപ്പും എല്ലാവരുടെയും ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ബെഡ്റൂമിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബെഡ്റൂമിൽ വരുന്ന സമയത്ത് കണ്ടോ നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ കിടന്ന് ഉറങ്ങാൻ കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ബെഡിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അവളെയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസവും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നമ്മൾ തിരുമ്പണം കേട്ടോ. എന്നിട്ട് പുതിയത് വേണം വിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്കത് കുടഞ്ഞ് നല്ലപോലെ ഒന്ന് വിരിച്ചെടുത്താൽ മതിയാകും. ഞാനപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിന്ന് പുതിയ ബെഡ്ഷീറ്റാണ് കേട്ടോ വിരിക്കുന്നത്. എന്ന് പറയട്ടെ നല്ല വൃത്തിയായിരിക്കാനും അതുപോലെ തന്നെ നല്ല സുഖമായിട്ട് രാത്രി ഉറങ്ങാനും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി കഴുകിയിടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ കാണുമ്പോൾ തന്നെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല സുഖമായിട്ടും സുന്ദരമായിട്ടും നമുക്ക് തന്നെ കാണുമ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ ചെയ്താൽ മതി. അല്ലാണെങ്കിൽ ഇതുപോലെ ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുകയാണെങ്കിലും അധികം പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ നമ്മുടെ വീട്. പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് നമ്മുടെ ഹാളിലെ ജനലൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അവിടെയും ചെറിയ പൊടിയും വാറാലയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഈ ചൂല് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ തട്ടുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടുന്ന സാധനം കൊണ്ട് തട്ടും. ഞാനിപ്പോൾ പെട്ടെന്ന് ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ സെറ്റിയൊക്കെ ഒരു തുണി കൊണ്ട് നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തട്ടി ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമുക്കിനി എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ്ങാണ് കേട്ടോ. നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും നമ്മുടെ വീട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതിന് ശേഷം എല്ലാവിടെയും ഒന്ന് വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ വീട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുത്തു. അതിന് ശേഷം നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മുടെ ചവിട്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തുടച്ചതൊക്കെ ഒന്ന് വെടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി തുടയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ തുടയ്ക്കൽ കൂടെ ഇതിൽ ഉൾപ്പെടുത്താം. ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല കേട്ടോ. ഞാൻ 1.5 തവണയൊക്കെ തുടയ്ക്കാറുള്ളൂ. അതുകൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ വീട് മൊത്തമായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമാണ്. ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പണി ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും നമ്മൾ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.